നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷനാണ്. ന്യൂട്ടൻ്റെ 3 ലോസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ന്യൂട്ടൻ്റെ 3ാമത്തെ ലോയിലേക്ക് കടക്കുകയാണ്. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. അപ്പം തേർഡ് ലോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഈ ലോവിന് നമുക്ക് കാണാൻ സാധിക്കും. അക്കോർഡിംഗ് ടു തേർഡ് ലോ, whenever one object exerts a force on a second object, the second object exerts an equal and opposite force on the first object. തേർഡ് ലോ അനുസരിച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സെക്കൻഡ് ഒബ്ജക്റ്റ്, രണ്ടാമതായിട്ട് ആ ഫോഴ്സ് അനുഭവിക്കുന്ന ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? exerts an equal and opposite force on the first object. ഫസ്റ്റ് ഒബ്ജക്ട്സിൻ്റെ മേലെ തിരിച്ച് ഒരേ വാല്യൂ ഉള്ള, അതായത് ഈക്വൽ ആയിട്ടുള്ള എന്നാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കാം, ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ മേലെ ഫോഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ ഏത് ഒബ്ജക്റ്റിൻ്റെ മേലെയാണോ ബലം പ്രയോഗിക്കുന്നത് ആ ഒബ്ജക്റ്റ് തിരിച്ച് ഒന്നാമത്തെ ഒബ്ജക്റ്റിലേക്ക് ഒരു ബലം തിരിച്ച് പ്രയോഗിക്കുന്നുണ്ട്. ആ രണ്ട് ഫോഴ്സും ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അതിൻ്റെ ഡയറക്ഷനാണ് വ്യത്യാസം ഉണ്ടാവുക. ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഫോഴ്സിൻ്റെ വാല്യൂ തുല്യമായിരിക്കും. അതാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. രണ്ട് ഫോഴ്സിൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കും, ഒരേ ഫോഴ്സാണ്, ഒപ്പം സമമായിട്ടുള്ള ഫോഴ്സാണ് അപ്ലൈ ചെയ്യുക. പക്ഷേ അത് രണ്ടും വിപരീതമായിട്ടുള്ള ദിശയിലായിരിക്കും. അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റ് എക്സേർട്ട് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിനെയാണ് നമ്മൾ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒബ്ജക്റ്റ് കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കും ആക്ഷൻ. രണ്ടാമത്തെ ഒബ്ജക്റ്റ് തിരിച്ച് ആ ആക്ഷൻ ഫോഴ്സിന് തിരികെ പ്രയോഗിക്കുന്ന, അതിന് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള പക്ഷേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് തിരിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ തിരിച്ചു കൊടുക്കുന്ന ഫോഴ്സാണ് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ബോഡീസിലായിരിക്കും. അതാണ് ഇതിൽ ഓർത്ത് വയ്ക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരേ ബോഡിയിൽ തന്നെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. പക്ഷേ ഇവിടെ രണ്ട് ഫോഴ്സും, ആക്ഷൻ ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും അനുഭവപ്പെടുന്നത് രണ്ട് ബോഡീസിലായിരിക്കും അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റിലായിരിക്കും ആ ഫോഴ്സുകൾ അനുഭവപ്പെടുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് തേർഡ് ലോ എന്ന് പറയുന്നത്. തേർഡ് ലോയിൽ നമുക്ക് അക്കോർഡിംഗ് ടു തേർഡ് ലോ എന്താ പറയുന്നത്? വെനെവർ വൺ ഒബ്ജക്റ്റ് എക്സേർട്സ് എ ഫോഴ്സ് ഓൺ എ സെക്കൻഡ് ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് രണ്ടാമതൊരു ഒബ്ജക്റ്റിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ, ബലം പ്രയോഗിക്കുകയാണെങ്കിൽ, ദ സെക്കൻഡ് ഒബ്ജക്റ്റ് എക്സേർട്സ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് ഒബ്ജക്റ്റ്. രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഒന്നാമത്തെ ഒബ്ജക്റ്റിലേക്ക് അതിനോട് ഈക്വൽ ആയിട്ടുള്ള, ഒന്നാമത്തെ ഒബ്ജക്റ്റ് പ്രയോഗിക്കുന്ന ഫോഴ്സിനോട് ഈക്വൽ ആയതും എന്നാൽ ഓപ്പോസിറ്റ് ആയതുമായുള്ളൊരു ഫോഴ്സ് പ്രയോഗിക്കുന്നു. രണ്ടാമത്തെ ഒബ്ജക്റ്റ് തിരികെ പ്രയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സിനെയാണ് നമ്മൾ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ ലോനെ നമ്മൾ സിമ്പിൾ ഫോമിൽ പറയാം. ഷോർട്ട് ഡെഫിനിഷൻ എന്താണ്? ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവും, ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ചെറിയ വ്യത്യാസങ്ങളൊക്കെ പല ടെക്സ്റ്റുകളിലും കാണാം. ചില ടെക്സ്റ്റിൽ ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ പറയുന്നത് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാം കാര്യം ഒന്ന് തന്നെയാണ്. ഏതൊരു ആക്ഷൻ ഉണ്ടെങ്കിലും അതിന് ഈക്വൽ ആയതും പക്ഷേ ഓപ്പോസിറ്റും ആയതുമായ ഒരു റിയാക്ഷൻ അവിടെ ഉണ്ടാകുന്നു. അതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ ഒരാൾ ഒരു തോണിയിൽ നിന്ന് കാലെടുത്ത് വെക്കുകയാണ്, കരയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ അയാൾ ഒരു കാല് കൊണ്ട് കരയിലേക്ക് വെക്കുമ്പോൾ ആ ഒരു കാലിൽ കൊടുക്കുന്ന ഫോഴ്സ്, അത് കരയിലേക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട് അയാൾ കൊടുക്കുന്ന ആ ഫോഴ്സാണ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അതാണ് അവിടെ ആരോ മാർക്ക് ഇട്ടിട്ട്, ഫോർവേഡ് ആയിട്ടുള്ള ആരോ മാർക്ക് ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ അതേപോലെ അയാൾ ഒരു കാലിൽ അങ്ങനെ ബലം പ്രയോഗിച്ച് കരയിലേക്ക് ചവിട്ടുമ്പോൾ അവിടെ ഒരു ആക്ഷൻ ഫോഴ്സ് കൊടുത്തു. പക്ഷേ അതിനോട് ഓപ്പോസിറ്റായിട്ട്, ഈക്വലായിട്ടും പക്ഷേ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നത് എന്താണ്? രണ്ടാമത്തെ കാലുകൊണ്ട് ആ തോണി പുറകോട്ട് പോവും. അപ്പോൾ നമ്മളിത് ഡെയിലി ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും നമ്മളങ്ങനെ ചവിട്ടി കയറുന്ന സമയത്ത് നമ്മൾ ഒരു കാലിലെ ഫോഴ്സ് കൊടുത്തിട്ടാണ് ചവിട്ടി കയറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഫോഴ്സ് ആക്ഷനാണ്. അപ്പോൾ അതിനോട് ഈക്വലായിട്ടുള്ളതും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ അവിടെ ഉണ്ടാവണം. ആ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ആ ചവിട്ടുന്ന ഇപ്പോൾ തോണിയാണെങ്കിൽ തോണി പുറകോട്ട് കുറച്ച് മൂവ് ചെയ്യുന്നത് അതിൻ്റെ റിയാക്ഷൻ ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ ആക്ഷൻ ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും അവിടെ ആരോ മാർക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ അതുപോലെ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്, ഒരു എക്യുപ്മെൻ്റാണ് റോക്കറ്റ് എന്നുള്ളത്. റോക്കറ്റ് പ്രൊപ്പൽഷനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. റോക്കറ്റ് പ്രൊപ്പൽഷനിൽ നടക്കുന്നത് ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ് പ്രിൻസിപ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ എന്താണെന്ന് വെച്ചാൽ റോക്കറ്റിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുക്കും. അത് ഗ്യാസസ്, ഇപ്പോൾ വളരെ ഹോട്ടായിട്ടുള്ള ഗ്യാസ് അതിന് പുറത്തേക്ക് വരുമ്പോഴാണ്, അതാണ് അവിടുത്തെ ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവിടെ നടക്കുന്ന റിയാക്ഷൻ ഫോഴ്സിൻ്റെ എഫക്റ്റായിട്ടാണ് റോക്കറ്റ് മുന്നോട്ട് കുതിക്കുന്നത്. അത് റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഭാഗം പഠിക്കാനുണ്ട്, അതിൽ മനസ്സിലാക്കാം. അപ്പോൾ റോക്കറ്റൊക്കെ വർക്ക് ചെയ്യുന്നത് ന്യൂട്ടൻ്റെ തേർഡ് ലോൻ്റെ പ്രിൻസിപ്പളിൻ്റെ ബേസിസിലാണ്. ഇനി ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ തറയിൽ ചവിട്ടി നടക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് ആക്ഷനും റിയാക്ഷനാണ്. അപ്പോൾ ഒരാളുടെ കാല് അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കാലിൽ ആക്ഷൻ എന്താണ്? ഫുട്ട് പുഷസ് ഡൗൺ ആൻഡ് ബാക്ക്. നമ്മൾ ചെരുപ്പ് എന്ത് ചെയ്യുന്നു? താഴെ തറയിൽ ചവിട്ടുന്നു. പിന്നെ അതുപോലെ മുന്നോട്ട് പുഷ് ബാക്ക്, പുറകോട്ട് തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവിടെ ആ നടന്നു പോകുമ്പോൾ നമ്മൾ റോഡിലോ അല്ലെങ്കിൽ നമ്മുടെ നിലത്തൊക്കെ കൊടുക്കുന്ന ആ ഫോഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ കാലുകൊണ്ട് കൊടുക്കുന്ന ആ ഫോഴ്സ്, അതാണ് അവിടെ ആക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് അപ്പോൾ ആക്ഷൻ നടക്കുമ്പോൾ ഒരു ആക്ഷൻ ഫോഴ്സ് അവിടെ കൊടുക്കുമ്പോൾ അതിന് ശരിക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്താണ്? ഫ്ലോർ പുഷസ് അപ്പ് ആൻഡ് ഫോർവേഡ്. നില എന്ത് ചെയ്യുന്നു? പുഷസ് അപ്പ് ആൻഡ് ഫോർവേഡ്, നമ്മളെ മുന്നോട്ട് നീക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ നമ്മളൊരു ബലം തറയിൽ കൊടുക്കുന്നുണ്ട്. ഫ്ലോറിൽ നമ്മൾ പുഷ് ചെയ്യുന്നു. അങ്ങനെ പുറകോട്ട് പുഷ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന പുഷ്, അവിടെ കൊടുക്കുന്ന ആ ഒരു ബലത്തിൻ്റെ ഫലമായിട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ളതും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ബലം നമ്മുടെ നമ്മുടെ കാലിൽ പ്രയോഗിക്കുന്നുണ്ട്. ആ ബലം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെ ആക്ഷനും റിയാക്ഷനും ഉണ്ട്. അതേപോലെ ഏതൊരവസ്ഥയിൽ ഇതേപോലെയുള്ള എക്സാമ്പിൾ പിന്നെയും പറഞ്ഞിട്ടുണ്ട്. ആക്ഷൻ ഏതാണ്? ബോയ്സ് ഫീറ്റ് എക്സേർട്ട് ഫോഴ്സ് ഓൺ ബോട്ട്. അതായത് ഒരു കുട്ടീനെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. കുട്ടി എന്ത് ചെയ്യുന്നു? ബോട്ടിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അതായത് നമ്മൾ ആ കരഭാഗത്തേക്ക് ചവിട്ടുമ്പോൾ ആ കൊടുക്കുന്ന ഫോഴ്സാണ് അവിടെ ആക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് ബോട്ട് എക്സേർട്സ് ഫോഴ്സ് ഓൺ ദ ഫീറ്റ്. ബോട്ട് ശരിക്കും ഒരു ഫീറ്റിൽ ഫോഴ്സ്, ആ കുട്ടിയുടെ ഫീറ്റിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്, അതൊന്ന് റിയാക്ഷനാണ്, ഒന്ന് ആക്ഷനാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തിനെങ്കിലും പുഷ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ, എന്തെങ്കിലും ഒന്ന് നല്ല ബലം പ്രയോഗിച്ച് നമ്മൾ നീക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ഷേപ്പ് മാറിപ്പോവും. സാധാരണ നമ്മുടെ കൈയിൻ്റെ ഷേപ്പ് ആവില്ല. നന്നായിട്ട് ബലം പ്രയോഗിക്കുമ്പോൾ മസിൽസ് വലിഞ്ഞിട്ട് നമ്മുടെ കൈയിൻ്റെ ഷേപ്പ് മാറിപ്പോകുന്നു. അതെന്ന് പറയുന്നത് എന്താണ്? നമ്മളവിടെ ഫോഴ്സ്, നമ്മൾ നീക്കാൻ ശ്രമിക്കുന്ന വസ്തുവിൽ നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെയുള്ളൊരു ഈക്വൽ ആയിട്ടുള്ളൊരു ഫോഴ്സ് ആ വസ്തു നമ്മുടെ കയ്യിലേക്ക് തിരിച്ച് പ്രയോഗിക്കുന്നുണ്ട്, റിയാക്ഷൻ ഫോഴ്സായിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൈയിൻ്റെ ഷേപ്പ് മാറിപ്പോകാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും. ന്യൂട്ടൻ്റെ തേർഡ് ലോ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ 3 ലോസ് പഠിച്ചു കഴിഞ്ഞു. ന്യൂട്ടൻ്റെ 3 ലോസാണ് നമ്മൾ പഠിച്ചത്. അതിൽ
ഫസ്റ്റ് ലോ എന്താണെന്നൊന്ന് റീകോൾ ചെയ്യാം. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ്. ഒന്നാമത്തെ ലോയിൽ പറയുന്നത് ഒരു ബോഡി, ഏതൊരു ബോഡിയും അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ അല്ലെങ്കിൽ ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടർന്നുകൊണ്ട് പോകുന്നു. അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ടു ചേഞ്ച് ദാറ്റ് ഫോഴ്സ്. ഏതുവരെ തുടർന്ന് പോകും? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്തിട്ട് ആ സ്റ്റേറ്റിനെ, ആ അവസ്ഥേനെ മാറ്റുന്നത് വരെയും ആ ബോഡി ആ ഒരു അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് ഫസ്റ്റ് ലോയിൽ പറയുന്നത്. ഒരു ബോഡി അതിൻ്റെ ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏതുവരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആ ബോഡിയിൽ ആക്ട് ചെയ്ത് ആ അവസ്ഥ മാറ്റം വരുത്തുന്നത് വരെ ആ ബോഡി ആ അവസ്ഥ തുടരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ തുടർന്നു പോകാനുള്ള ഒരു ടെൻഡൻസി, ആ ഒരു പ്രവണതയെ പറയുന്ന പേരാണ് ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലോനെ നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്നും പറയുന്നു. ഇനേർഷ്യ 3 തരത്തിലാണുള്ളത്. ഒന്ന് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥ, അതായത് നിശ്ചലാവസ്ഥയിൽ തുടർന്നു പോകാനുള്ള ടെൻഡൻസി. ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ എന്നുള്ള അവസ്ഥ തുടർന്നു പോകാനുള്ള ടെൻഡൻസി. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ദിശയിൽ സഞ്ചരിക്കാനുള്ള വസ്തുക്കളുടെ പ്രവണത. ഇനി ഒരേ അവസ്ഥ തുടരാനുള്ള പ്രവണത എന്ന് പറയാം. അതല്ലെങ്കിൽ ആ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോൾ അതിനെ എതിർക്കാനുള്ള പ്രവണത. ഇപ്പോൾ പെട്ടെന്ന് അത് അങ്ങനെയും ഇനേർഷ്യ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ചലനാവസ്ഥ തന്നെ തുടർന്ന് പോവാണ്, പെട്ടെന്ന് ആ ചലനാവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ ബോഡി അതിനെ എതിർക്കുന്നു. അപ്പോൾ ആ ഒരു പ്രവണത, അതിനെ ഓപ്പോസ് ചെയ്യാനുള്ള ഒരു പ്രവണതയെ നമ്മൾ ഇനേർഷ്യ എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. നമ്മൾ നിർത്തിയിട്ട ബസ് പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മൾ പുറകോട്ട് പോകുന്നു. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ മുന്നോട്ട് വീഴാൻ പോകുന്നു. പെട്ടെന്ന് ഒരു ഡയറക്ഷൻ മാറ്റി ഒരു വളവ് തിരിയുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്നത് ഒക്കെ അതിനുള്ള എക്സാമ്പിൾസാണ്. ദെൻ ന്യൂട്ടൻ്റെ രണ്ടാമത് പഠിച്ച കാര്യമാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ പറയുന്നത് എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആൻഡ് ദ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റത്തിനുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, നേരാനുപാതത്തിലാണ്. ആൻഡ് ദ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ആ മൊമെൻറ്റത്തിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് മൊമെൻ്റാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്കം. അപ്പോൾ അതായത് മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്ക് മറ്റൊരു വസ്തുവിൽ ആഘാതം ഏൽപ്പിക്കാനുള്ള കഴിവുണ്ട്. ആ ആഘാതത്തെ പറയുന്ന പേരാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. അറിയാലോ, നമ്മൾ പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം, ഇപ്പോൾ ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് മൂവ് ചെയ്യുന്ന ഒരു വസ്തു നമ്മുടെ മേലെ വന്ന് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വണ്ടി വന്ന് നമ്മളെ ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആഘാതം, അപ്പോൾ അത് മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്കാണ് കൂടുതലും ആഘാതം ഏൽപ്പിക്കാനുള്ള കഴിവുള്ളത്. അതാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. P=mv എന്നാണ് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. മാസ് ഇൻറ്റു വെലോസിറ്റി. അതൊന്ന് മനസ്സിലാക്കാം. വെലോസിറ്റി ഉള്ള ഒബ്ജക്ട്സിനാണ് മൊമെൻറ്റം ഉള്ളത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നോ അത്രയും കൂടുതൽ മൊമെൻറ്റം അതിന് ഉണ്ടാവുന്നു. ഒരു ബോൾ നമ്മൾ ഒരുപാട് ബലം പ്രയോഗിച്ചിട്ട് അതിനെ വലിച്ചെറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ബോൾ ഒരുപാട് ദൂരം പോകും. ഇനി ആ ദൂരത്തേക്ക് പോകുന്ന ബോൾ ഒരാളുടെ മേൽ തട്ടിയാലോ കൂടുതൽ വേദനിക്കും. നേരെ മറിച്ച് നമ്മൾ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് ആ ബോൾ എറിഞ്ഞതെങ്കിൽ അത് കുറച്ച് ദൂരേ പോവുള്ളൂ, പക്ഷെ അത് മേലിൽ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ അത്രയും വേദന എടുത്തൊന്നും വരില്ല. അപ്പോൾ അതാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൂടുതലാവുമ്പോൾ മൊമെൻറ്റവും കൂടുതലാവുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്ത് കുറയുമ്പോൾ മൊമെൻറ്റവും കുറയുന്നു. ഈ മൊമെൻറ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലാണ്. ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ അതേ ഡയറക്ഷനിലാണ് മൊമെൻറ്റവും ചേഞ്ച് ആവുന്നത്. അതൊക്കെയാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ദെൻ തേർഡ് ലോ എന്ന് പറഞ്ഞാൽ ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ.
എല്ലാ ആക്ഷനും ഒരു ഈക്വൽ ആയതും ഓപ്പോസിറ്റ് ആയതുമായ ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഈ ആക്ഷനും റിയാക്ഷനും ഒക്കെ ഫോഴ്സാണ്. ഇപ്പോൾ ഒരു ബോഡിയുടെ മേലെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി തിരിച്ച് നമ്മുടെ മേലെ അതേ എമൗണ്ടിലുള്ള പക്ഷേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ പറയുന്നത്. ഏറ്റവും സിമ്പിൾ ഡെഫിനിഷനാണ് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത്. അപ്പോൾ അതിന് കുറേ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊരു വസ്തുവിൻ്റെ മേലെ നമ്മളൊരു ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ശക്തിയായിട്ട് തള്ളി നീക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്ന അതേ ഫോഴ്സ് തന്നെ ആ വസ്തു നമ്മുടെ കയ്യിലേക്ക് തിരിച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കൈയിൻ്റെ ഷേപ്പ് മാറിപ്പോകുന്നത്. പിന്നെ റോക്കറ്റ് വർക്ക് ചെയ്യുന്നത്, ജെറ്റ് എയറോപ്ലെയിൻസൊക്കെ വർക്ക് ചെയ്യുന്നത് തന്നെ എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു തോണിയിൽ നിന്ന് നമ്മൾ കരയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ കരയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാലുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അതേപോലെ തിരിച്ച് ആ തോണി അപ്ലൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തോണിയുടെ മേലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അതേ ഫോഴ്സ് തോണി തിരിച്ചും നമ്മുടെ കാലിലേക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് അത് പുറകോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോയ്ക്ക് എക്സാമ്പിൾ. അപ്പോൾ ഈ ന്യൂട്ടൻ്റെ മൂന്ന് ലോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം വിട്ടുപോയി, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ ആണ് നമുക്ക് ഡെറിവേഷൻ പഠിക്കാനുള്ളത്. F=ma എന്നുള്ള ഡെറിവേഷൻ, ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. F=ma എന്നുള്ള ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠത്തിൽ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ഡെറിവേഷനാണ് F=ma ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് F=ma, ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നുള്ളത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ യൂണിറ്റിൽ ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്.